ഇന്ന് ഏപ്രിൽ 19 ഞായറാഴ്ച. ഇവിടെ അമേരിക്കയിൽ ലൂസിയാന എന്ന് പറഞ്ഞ സ്റ്റേറ്റിലെ ഷ്രീപോർട്ട് എന്ന് പറഞ്ഞ സിറ്റിയിൽ രാവിലെ 6 മണിക്ക് കഴിഞ്ഞ 2 കൊല്ലത്തിനിടെ അമേരിക്ക ഞെട്ടിച്ച ഏറ്റവും വലിയ മാസ് ഷൂട്ടിംഗ് നടന്നു. ആ മാസ് ഷൂട്ടിങ്ങിൽ മൊത്തം 8 പിള്ളേർ മരിച്ചു. ആ പിള്ളേരുടെ പ്രായം 1 വയസ്സ് മുതൽ 14 വയസ്സ് വരെ. ഈ പിള്ളേർ മാത്രമല്ല, 2 അഡൾട്ട്സിനും വെടി കൊണ്ടിട്ടുണ്ട്. പക്ഷേ അഡൾട്ട്സ് മരിച്ചിട്ടില്ല, അവരുടെ കണ്ടീഷൻ സീരിയസ് ആണ്. അതുപോലെ വേറൊരു കൊച്ചിനും വെടിയുണ്ട്, ആ കൊച്ചും മരിച്ചിട്ടില്ല, ആശുപത്രിയിലാണ്. ഈ വെടി ഉതിർത്തത് 31 വയസ്സുള്ള ആ ഒരു ലോക്കൽ റെസിഡൻറ്റ് തന്നെയാണ്. അവൻ ഈ വെടിയെല്ലാം ഉതിർത്ത ശേഷം അടുത്ത് കിടന്നൊരു കാറും കട്ടുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ പോലീസ് ചേസ് ചെയ്ത് വേറെ സിറ്റി വെച്ച് അവനെ വെടിവെച്ച് കൊന്നു. ഇത് ഒരു വീട്ടിൽ നടന്ന ഷൂട്ടിംഗ് അല്ല, ഈ ഷൂട്ട് ഒരു 3-4 വീട് കയറി ഇറങ്ങി വെടിവെച്ചു. ഇതിൻ്റെ കംപ്ലീറ്റ് സ്റ്റോറി ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ഇന്ന് രാവിലെ ഇവിടെ നടന്നൊരു ഇൻസിഡൻറ്റാണ്. അപ്പം ഇപ്പോഴത്തെ റിപ്പോർട്ട് അനുസരിച്ച് ഈ വെടിവെച്ച ആൾക്ക് ഈ പിള്ളേരുമായിട്ട് എന്തോ ബന്ധമുണ്ടായിരുന്നു. അതായത് ഈ പിള്ളേരുടെ ഫാമിലിയായിട്ട് ബന്ധമുണ്ടായിരുന്നു. അതായത് ഒരു റാൻഡം ഷൂട്ടറല്ല. എനിവേ, ഈ ഷൂട്ടറും മരിച്ചു, 8 പിള്ളേരും മരിച്ചു, 2 പേര് അവിടെ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ ഈ കഴിഞ്ഞ 2 കൊല്ലത്തിനിടെ നടന്ന ഏറ്റവും വലിയ മാസ് ഷൂട്ടിംഗ് അമേരിക്കയിലെ. ഇതിലും വലിയ മാസ് ഷൂട്ടിങ്ങൾ നടന്നിട്ടുണ്ട്, പക്ഷേ ഈ 2 കൊല്ലത്തിനിടെ ഇത്രയും ഡെവസ്റ്റേറ്റിംഗ് ആയിട്ട് മാസ് ഷൂട്ടിംഗ് നടന്നിട്ടില്ല. ഇപ്പം നമ്മളൊക്കെ എന്തെങ്കിലും കാര്യത്തിന് പുറത്ത് പോയെങ്കിൽ ഇപ്പോൾ ഷോപ്പിലോ അല്ലെങ്കിൽ ജോലിക്കൊക്കെ പോയിട്ട് തിരിച്ച് വന്നെങ്കിൽ വന്നെന്ന് പറയാം. അതിപ്പം അമേരിക്ക എന്നില്ല, നാട്ടിലാണേലും. ഇപ്പം നാട്ടിൽ കാർ ആക്സിഡൻറ്റ്, ബൈക്ക് ആക്സിഡൻറ്റ്, വാഹന ആക്സിഡൻറ്റ്, അതായത് ഒരു വിനോദ യാത്രയ്ക്ക് പോയാൽ തന്നെ ആൾക്കാർ എത്ര പേര് മരിച്ചു. അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് കാർ ആക്സിഡൻറ്റും ബൈക്ക് ആക്സിഡൻറ്റും. അതുപോലെ തന്നെയാണ് ഇവിടെയും ഷൂട്ടിങ്ങും ഇവിടെ ഒരു ഇപ്പോൾ കാർ ആക്സിഡൻറ്റ് പോലെയാണ്. അതായത് കേട്ട് ഇപ്പോൾ അത് തഴമ്പിച്ചു. എനിവേ, ഒരു നാൾ ഇതിനൊക്കെ ഒരു മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു.